പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷണീം. എല്ലാവർക്കും നമസ്കാരം. ഈ ഭക്തിസാന്ദ്രമായ സായം സന്ധ്യയിൽ സനാതനധർമ്മത്തിന്റെ ആധാരശരിയായ ശ്രീമദ് ഭഗവത്ഗീതയെക്കുറിച്ച് അടുത്തറിയുവാനും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങുവാനും എത്തിച്ചേർന്ന എല്ലാ ആധ്യാത്മിക പുതുകൾക്കും എൻ്റെ സ്വാഗതം. ഈ വേദിയിൽ എപ്പോഴും പ്രചോദന സ്രോതസ്സായി ഉള്ള ശ്രീ ദിനേശ് സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനമായ ജ്ഞാനകർമ്മ യോഗത്തെക്കുറിച്ചാണ്. അത് വളരെ ഗഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ രൂഢമൂലമായ താല്പര്യങ്ങളും പിന്നീട് ഉള്ള അധ്യായങ്ങളിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ ശ്ലോകത്തിൻ്റെ, ഈ പഠിക്കാൻ പോകുന്ന ശ്ലോകത്തിൻ്റെ വിശദമായ മറ്റു കാര്യങ്ങൾ അടുത്ത അധ്യായങ്ങൾ, പ്രത്യേകിച്ചും 18-ാമത്തെ അധ്യായത്തിൽ വളരെ രൂഢമൂലമായി പഠിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് സശ്രദ്ധം ഈ സമയം വിനിയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ പഠിച്ചത് 15-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിച്ചത്. കിം കർമ്മം കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മം പ്രവിശ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. ഭഗവാൻ കർമ്മത്തിന്റെ ഗഹനമായ പാതയിലേക്ക് കൂടിയാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാനോടുകൂടി യാത്ര ചെയ്യുമ്പോൾ ആധ്യാത്മതലത്തിലുള്ള ഔന്നതിയോടുകൂടി തന്നെ വേണം സഞ്ചരിക്കാൻ എന്നൊന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കർമ്മം കിം, 16-ാമത്തെ ശ്ലോകം. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവിശ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. കർമാക്കിം, കർമ്മം എങ്ങനെയുള്ളത്? അകർമാക്കിം, അകർമ്മം എന്നാൽ എന്താണ്? അതെങ്ങനെയുള്ളതാണ്? ഇത് അത്ര, ഈ വിഷയത്തിൽ കവയ അപി, കവയ എന്ന് ഇവിടെ അർത്ഥം കവി എന്ന അർത്ഥത്തിലല്ല, പദ്യം രചിക്കുന്ന കവി എന്ന അർത്ഥത്തിലില്ല, പണ്ഡിതന്മാർ, വിവേകികൾ എന്ന അർത്ഥത്തിൽ കൂടിയാണ്. അതുകൊണ്ട് കവയ അപി, വിവേകികളും കൂടി മോഹിതാഹ, മോഹിക്കപ്പെടുന്നു. അവർക്കും വ്യക്തമായ അഭിപ്രായമില്ല ഏതിനെക്കുറിച്ച്, കർമ്മം എന്താണ്, എന്താണ് അകർമ്മം എന്നതിനെക്കുറിച്ച് വിവേകികൾക്ക് പോലും വ്യക്തമായ ധാരണയില്ല. അതാഹ, ഇത് ഹേതുവായി, ഏത് ജ്ഞാത്വ, ഇത് മനസ്സിലാക്കിക്കൊണ്ട്, യാതൊന്നിനെ അറിഞ്ഞിട്ട്, ഇതിനെ അറിഞ്ഞതുകൊണ്ട്, അശുഭാത്, അശുഭകരമായ അവസ്ഥയിൽ നിന്നും, മോക്ഷസേ, നീ മോഹിക്കണം, മോഹിക്കപ്പെടണം. ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ നീ ചരിക്കാൻ പോകുന്നത് അശുഭകരമായ ജീവിതത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ആ അശുഭമായ അവസ്ഥയിൽ നിന്നും നീ മോചിക്കണം. തത് കർമ്മ, ആ കർമ്മത്തെയും അകർമ്മത്തെയും, ഈ പറയുന്ന കർമ്മത്തെയും അകർമ്മത്തെയും തേ, നിനക്ക് പറഞ്ഞു തരാം. നമ്മളോടാണ് പറയുന്നത്. പാർത്ഥന്മാരായ, പൃഥ്വിയുടെ പുത്രന്മാരായ സാധാരണക്കാരോടാണ് ഭഗവാൻ പറയുന്നത്. അത് നമ്മളും സശ്രദ്ധം കേൾക്കുക. അന്വയം. കർമാക്കിം അകർമാക്കിം ഇത് അത്ര കവയ അഭിമോഹിത അത കർമ്മ യത് ജ്ഞാത്വാ അശുഭാത് മോക്ഷസേ തത് കർമ്മ തേ പ്രവിശ്യാസ്മി. ഇതിൽ നിന്നും മോക്ഷിക്കപ്പെടുന്നതിൽ നിന്നും അകർമ്മത്തിൽ നിന്നും ബോധവ്യമുണ്ടായ അവസ്ഥയിൽ നിന്നും മാറി
ഞാൻ കർമ്മത്തെക്കുറിച്ചും അകർമ്മത്തെക്കുറിച്ചും നിനക്ക് പറഞ്ഞു തരാം. എന്താണ് പറയുന്നത്? കർമ്മണോ ഹ്യപി ബോധവ്യം ബോധവ്യം ച വികർമ്മണാഃ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതി. ഈ കർമ്മങ്ങൾ തന്നെ ആവർത്തിച്ച് കർമ്മം എന്ന പദം തന്നെ അതിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. കർമ്മണോ ഹ്യഭിബോധവ്യം, കർമ്മണ ഹി അഭിബോധവ്യം, കർമ്മത്തെക്കുറിച്ച് തീർച്ചയായും അറിയേണ്ടതായിട്ടുണ്ട്. ബോധവ്യം ച വികർമ്മണ, പിന്നെന്താണ് ബോധിക്കേണ്ടത്? വികർമ്മണത്തെക്കുറിച്ച്. ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം, അകർമ്മണം എന്ന ഒരവസ്ഥയെക്കുറിച്ചും ബോധിക്കപ്പെടേണ്ടതുണ്ട്. അത് എന്താ സംഭവം? ഗഹന കർമ്മണോ ഗതി കർമ്മണോ ഹ്യഭിബോധവ്യം ബോധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതി. കർമ്മണാഭി, കർമ്മത്തിന്റെയും, അഭി അതിന്റെയും, കർമ്മത്തിന്റെയും തത്വം ബോധവ്യം ഹി, തീർച്ചയായും നീ അറിയണം. വികർമ്മണാചാപി, വികർമ്മണ എന്ന് പറയുന്നത് നിഷേധ കർമ്മത്തിന്റെ, കർമ്മം തെറ്റായ കർമ്മം, നിഷേധിക്കപ്പെടുന്ന കർമ്മത്തിന്റെയും അർത്ഥം ബോധവ്യം നീ അറിയണം. അകർമ്മണശ്ച, കർമ്മം ചെയ്യാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചും ബോധവ്യം, അതിന്റെ തത്വവും ബോധവ്യം നീ അറിയണം. ഹി എന്തെന്നാൽ കർമ്മണാഹ, കർമ്മത്തിന്റെ എന്ന് പറഞ്ഞാൽ കർമ്മം മാത്രമല്ല, കർമ്മത്തിന്റെയും അകർമ്മത്തിന്റെയും വികർമ്മത്തിന്റെയും ഗതി ഗഹനമാണ്, വളരെ ഗഹനമാണ്. നമ്മൾ സാധാരണ അറിയുന്നത് പോലെയല്ല. കർമ്മം, വികർമ്മം, അകർമ്മം എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ ആണെങ്കിൽ പോലും ആത്മീയ തലത്തിൽ അതിന്റെ അർത്ഥതലം വളരെ ഗഹനമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അന്വയം കർമ്മണ അഭി തത്വം ബോധവ്യം ഹി വികർമ്മണാച അഭി ബോധവ്യം അകർമ്മണാച ബോധവ്യം ഹി കർമ്മണാഗതി ഗഹനാഹ. ഒരുവൻ കർമ്മത്തിന്റെ തത്വം അറിയണം, നിഷിദ്ധ കർമ്മത്തിന്റെയും തത്വം അറിയണം, കർമ്മം ചെയ്യാതിരിക്കുന്ന, അതായത് അകർമ്മത്തിന്റെയും തത്വം അറിയണം. എന്തുകൊണ്ടെന്നാൽ ഈ കർമ്മങ്ങളുടെ, ഈ രീതിയിലുള്ള കർമ്മങ്ങളുടെ ഗതി വളരെ ഗഹനമാണ് എന്നാണ് പറയുന്നത്. ഈ 3 തരം കർമ്മത്തെക്കുറിച്ചും നമ്മളും അറിയണം. എങ്ങനെയാണ്? നിന്നിൽ നിയോഗിക്കപ്പെട്ട കർമ്മം, സാധാരണയായി നമ്മളിൽ നിയോഗിക്കപ്പെട്ട കർമ്മം, അത് ഭൗതിക തലത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മം. നിഷിദ്ധ കർമ്മം, തെറ്റായ കർമ്മം, നിഷേധിക്കപ്പെടുന്ന കർമ്മം, അതാണ് വികർമ്മം. അകർമ്മം, കർമ്മം ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ, അതാണ് അകർമ്മം. എന്താണ് കർമ്മം? ഇവിടെ കർമ്മം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി വേദങ്ങൾ ഉപദേശിക്കുന്ന, വേദങ്ങൾ പറയുന്ന ശുഭകരമായ കർമ്മം പ്രക്രിയയാണ് കർമ്മം എന്ന് ആധ്യാത്മിക തലത്തിൽ പറയുന്നത്. നിഷിദ്ധ കർമ്മമോ വികർമ്മം, ആത്മാവിന് ദോഷകരവും അധപ്പതനത്തിന് കാരണവുമായതിനാൽ വേദങ്ങൾ നിരോധിച്ചിരിക്കുന്ന അശുഭകരമായ കർമ്മമാണ് വികർമ്മം. അതിന്റെ ഡെഫിനിഷൻ നോക്കുക. ആത്മാവിന് ദോഷകരം, അത് ആധ്യാത്മിക തലത്തിലുള്ള കർമ്മമല്ല, അത് ആധ്യാത്മിക അധപ്പതനത്തിന് കാരണവുമായിരിക്കും. അതുകൊണ്ട് തന്നെ വേദങ്ങൾ നിഷേധിച്ചിരിക്കുന്ന കർമ്മമാണ് വികർമ്മം. വികർമ്മത്തിന് ഡെഫിനിഷൻ. അകർമ്മമോ ഫലങ്ങളിൽ ആസക്തിയില്ലാതെ, കർമ്മഫല ഇച്ഛയില്ലാതെ ദൈവപ്രീതിക്കായി മാത്രം ചെയ്യുന്ന പ്രവൃത്തിയാണ് അകർമ്മം. അകർമ്മം നമ്മൾ വാക്യാർത്ഥം നോക്കുമ്പോഴാണ് കർമ്മം ചെയ്യാതിരിക്കുന്ന അവസ്ഥ എന്നുള്ളതല്ലേ. പക്ഷെ അതല്ല, ഇവിടെ ആധ്യാത്മിക തലത്തിൽ എന്താണ്? കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും കർമ്മഫലം അനുഭവിക്കാതെ എല്ലാ കർമ്മങ്ങളും ഭഗവത് അർപ്പിതമായി ചെയ്യുന്ന കർമ്മത്തെയാണ് അകർമ്മം. കർമ്മത്തിന്റെ ഫലം സ്വീകരിക്കാത്തൊരവസ്ഥ, അതാണ് അകർമ്മം എന്ന് പറയുന്നത്. കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മണാഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കർമ്മകൃത്. എന്താ പറയുന്നത്? കർമ്മണ്യ അകർമായ പശ്യേത്, ഈ കർമ്മത്തിലും, അതാണ് ഗഹനമാണെന്ന് പറയാൻ കാരണം, ഈ കർമ്മത്തിലും അകർമ്മമുണ്ട്, അത് നീ കാണണം. കർമ്മണ്യ അകർമ്മയ പശ്യേത് അകർമ്മണീച്ച കർമ്മയ, ഈ അകർമ്മത്തിലും കർമ്മമുണ്ട്, കർമ്മം ചെയ്യാത്ത അവസ്ഥയിലും കർമ്മമുണ്ട്. സാ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കർമ്മകൃത്, അത് മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിമാനായ മനുഷ്യൻ വേണം കർമ്മം ചെയ്യാൻ. അതാണ്
കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരുപോലെ ഉണ്ടെങ്കിൽ പോലും കർമ്മത്തിലും അകർമ്മത്വമുണ്ട്, അകർമ്മത്തിലും കർമ്മമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നോക്കാം. കർമ്മണി കർമ്മത്തിൽ, അകർമ്മഹ അകർമ്മത്തെയും, യാ പശ്യേത് ആര് കാണുന്നതോ. എന്താണ്? കർമ്മത്തിൽ അകർമ്മണം ആര് കാണുന്നുവോ, തഥാ അപ്രകാരം തന്നെ, അകർമ്മണീച്ച അകർമ്മത്തിലും കർമ്മത്തെ കാണുന്നുവോ, കർമ്മ യാ പശ്യേത് ആര് കാണുന്നുവോ, സാ അവൻ, ആ മനുഷ്യൻ, മനുഷ്യേഷു മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാൻ പണ്ഡിതനാകുന്ന, കൃഷ്ണകർമ്മകൾ സകലവിധ കർമ്മങ്ങളും ചെയ്യുന്നവനാണ് എങ്കിൽ പോലും സാ യുക്ത. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഭൗതിക ജീവിതത്തിൽ സംസാര സാഗരത്തിൽ പ്രവർത്തിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളമാണ് കർമ്മത്തിൽ അകർമ്മത്വവും അകർമ്മത്തിൽ കർമ്മവും കാണപ്പെടുന്നത്. ഈ തത്വങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവൻ ആണ് യോഗി. കർമ്മത്തിൽ മുഴുകാതെ അകർമ്മത്തിൽ മുഴുകാതെ കർമ്മത്തിൽ അകർമ്മത്തെ കാണുകയും അകർമ്മത്തിൽ കർമ്മത്തെ കാണുകയും ചെയ്തുകൊണ്ട് ജീവിതം നയിക്കുന്ന ആളിനെയാണ് യോഗി എന്ന് പറയുന്നത്. കുറച്ചുകൂടി വിശദമായി നോക്കാം. കർമ്മത്തിൽ അകർമ്മത്തിൽ കർമ്മ ആകുന്നുവോ അവൻ എല്ലാ മനുഷ്യരിൽ വെച്ച് ബുദ്ധിമാനാകുന്നു. ഞാൻ പറഞ്ഞല്ലോ, അവൻ സകല കർമ്മങ്ങളെ ചെയ്യുന്നവനും. അവന്റെ ഗുണമെന്താണ്? അവൻ എല്ലാ കർമ്മങ്ങളും ചെയ്യും, അകർമ്മം ചെയ്യും, കർമ്മവും ചെയ്യും. അവന് ലഭിക്കുന്നതാണ് മനസ്സമാധാനവും ഈശ്വര അനുഗ്രഹവുമാണ്. അതുകൊണ്ട് തന്നെ അവൻ യോഗിയാണ്. യോഗിയാണ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ കർമ്മം ചെയ്യുന്നവൻ ഭഗവാനുമായി ഈശ്വരനുമായി വളരെ പെട്ടെന്ന് യോജിക്കുന്നത് കൊണ്ട് ആ തരം ചിന്താഗതിയുള്ള ആ തരം പ്രവൃത്തി ചെയ്യുന്ന ആളിനെ എന്ത് വിളിക്കാം? യോഗി എന്ന് വിളിക്കാം. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നയാൾ, ഇവിടെ ഈശ്വര സങ്കല്പത്തോടെ പ്രവർത്തിക്കുന്നയാൾ സ്വാഭാവികമായി കർമ്മബന്ധങ്ങളിൽ നിന്ന് വിമുക്തനാണ്. ഈശ്വരാർപ്പണത്തോടെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഫലകാംക്ഷയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ കർമ്മങ്ങളിൽ നിന്ന് അദ്ദേഹം അകർമ്മനാണ്. അതുകൊണ്ട് അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം ഭഗവാനിൽ സമർപ്പിതമാണ്. ഇതിന്റെ ഗുണമായാലും ഇതിന്റെ ദോഷമായാലും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം അവസ്ഥയാണ് ഈ കർമ്മത്തിൽ ഉള്ള അകർമ്മത്തിൽ. അകർമ്മം എന്നാൽ എന്താണ്? പ്രതികരണമില്ലാത്ത കർമ്മം. കർമ്മഫലം ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ വിഘാതമാകുമോ എന്ന് ഭയന്ന് കാമ്യകർമ്മങ്ങൾ നിർത്തുന്നു. എന്താണ് ചെയ്യുന്നത്? അകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നുള്ള ഫലേച്ഛയോടുകൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫലേച്ഛയോടുകൂടി ചെയ്യാതെ, ഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ രീതിയിൽ പഠിച്ച ആത്മീയ തലത്തിൽ സഞ്ചരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ആത്മീയ ചര്യയിൽ വിഘാതമായിരിക്കുമോ? ഞാൻ ചെയ്യുന്ന കർമ്മം അത് ഫലപ്രാപ്തിയോടുകൂടിയാവും, അത് അനുഭവിക്കേണ്ടി വരുമോ എന്ന രീതിയിൽ ആ ഫലേച്ഛ ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തി അകർമ്മത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഭഗവാന്റെ നിത്യദാസനാണ് എന്ന ഉത്തമ ബോധ്യമുള്ള അയാൾ ഈശ്വര സംബന്ധിയായ പ്രവർത്തനങ്ങളിൽ മാത്രം മുഴുകുന്നു. മറ്റ് ഭൗതിക തലത്തിലൊന്നും പ്രവർത്തിക്കാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി, കർമ്മങ്ങൾ ഈശ്വരനിൽ മാത്രം ഒതുങ്ങുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന കർമ്മത്തിൽ നിന്ന് സ്വാഭാവികമായും ലൗകിക ജീവിയായ ഒരാൾ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ഫലത്തെ ആഗ്രഹിക്കാതെ എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് കൊണ്ട് ചെയ്യുന്ന കർമ്മം ചെയ്യുന്ന ആൾ എന്താകുന്നു? ഈശ്വരനിൽ തന്നെ മനസ്സുറപ്പിച്ച് ചെയ്യുന്നുണ്ട് അയാൾ അകർമ്മത്വം, അതായത് കർമ്മത്തിന്റെ ദോഷവും ഗുണവും ലഭിക്കാത്ത നിസ്സംഗനായി ചെയ്യുന്ന ആളിനെ ആണ് ഈ അകർമ്മത്വം എന്ന തലത്തിലേക്ക് അയാൾ എത്തിച്ചേരുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. യസ്യ സർവേ സമാരംഭ കാമസങ്കൽപവർജിതാഃ ജ്ഞാനാദിത്യക്ത കർമാണാം തമാഹു പണ്ഡിതം ബുധാഃ. യസ്യ സർവേ സമാരംഭ കാമസങ്കൽപവർജിതാഃ ജ്ഞാനാദിത്യക്ത കർമാണാം തമാഹു പണ്ഡിതം ബുധാഃ. യസ്യ യാതൊരുവന്റെ സർവേ സമാരംഭ സകല കർമ്മങ്ങളും കാമസങ്കല്പവർജിത. കാമസങ്കല്പവർജിത എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സുഖ സങ്കല്പം വർജിതമായിരിക്കുന്നുവോ. ഇവിടെ ആഗ്രഹം എന്ന അർത്ഥത്തിലല്ല, എല്ലാ ഇന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തന രീതി
പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വർജിച്ചുകൊണ്ട് ജ്ഞാനാദിദഗ്ധ കർമാണം, ജ്ഞാനമാകുന്ന അഗ്നിയിൽ ദഹിക്കപ്പെട്ട കർമ്മം, പരിശുദ്ധമായ കർമ്മം, അതാണ് ജ്ഞാനത്തിന്റെ അഗ്നിയിൽ ദഹിക്കപ്പെട്ട കർമ്മം. ഏത് കർമ്മമായാലും ജ്ഞാനത്തിന്റെ അഗ്നിയിൽ ദഹിക്കപ്പെട്ട കർമ്മം, ജ്ഞാനമായ അഗ്നിയിൽ ദഹിച്ചു പോയിരിക്കുന്ന കർമ്മനെയാണ് ജ്ഞാനാദിദഗ്ധ കർമാണം എന്ന് പറയുന്നത്. തം, അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ആളിനെ ബുധാഹ, ജ്ഞാനികൾ, പണ്ഡിതാഹ, വിവേകി എന്ന് ആഹു പറയുന്നു. എങ്ങനെയുള്ളൊരുവൻ? യാതൊരുവന്റെ സകല കർമ്മങ്ങളും ഇന്ദ്രിയ സുഖ സങ്കല്പം വർജിതമായിരിക്കുന്ന ആളും ജ്ഞാനമായ അഗ്നിയിൽ എല്ലാ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ദഹിക്കപ്പെട്ടിരിക്കുന്ന ആളും ആയ ആളിനെ ജ്ഞാനികൾ എന്ന് പറയുന്നു, പണ്ഡിതാഹ എന്ന് പറയുന്നു. അന്വയം: യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിതാഹ ജ്ഞാനാദിദഗ്ധ കർമാണാം തം ബുദ്ധാ, അങ്ങനെയുള്ള ആളിനെ പണ്ഡിതാഹ, പണ്ഡിത എന്ന് ആഹു പറയപ്പെടുന്നു. ജ്ഞാനാദിദഗ്ധ കർമാണാം എന്താ പറയുന്നത്? കർമ്മത്തിൽ അകർമ്മത്വം ദർശിക്കുന്നതാണ് ജ്ഞാനം. അങ്ങനെയുള്ള ജ്ഞാനമാകുന്ന അഗ്നിയിൽ യാതൊരുവന്റെ ശുഭാശുഭ കർമ്മങ്ങൾ ദഹിക്കപ്പെടുന്നുവോ അവൻ ജ്ഞാനാദിദഗ്ധ കർമാണം, ജ്ഞാനത്തിന്റെ അഗ്നിയിൽ ദഹിക്കപ്പെട്ട സംശുദ്ധമായ എന്നർത്ഥം. നമ്മൾ ശുദ്ധമാകുന്നത് എപ്പോഴാണ്? എല്ലാം അഗ്നിയിൽ ദഹിക്കപ്പെടുമ്പോഴാണ് ശുദ്ധമാകുന്നത്. നമ്മൾ ഹോമങ്ങൾ ചെയ്യുന്നത് അഗ്നിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് ശുദ്ധമാകാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന ആഹൂതികളും ഒക്കെ ശുദ്ധമാകാൻ വേണ്ടിയിട്ടാണ് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ എല്ലാ സർവകർമ്മങ്ങളും അഗ്നിയിൽ ദഹിക്കപ്പെടുന്ന ആളും ആയിരിക്കണം. എങ്ങനെയാ? രണ്ട് തരം ആണ്. എല്ലാവിധ സങ്കല്പങ്ങളും എല്ലാവിധ കാമ്യകർമ്മങ്ങളും വർജിച്ചവനും, അതേപോലെ എല്ലാവിധ കർമ്മങ്ങളുടെയും ഫലങ്ങളും ജ്ഞാനാഗ്നിയിലായിരിക്കണം, സാധാരണയല്ല. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ തലത്തിൽ ഉന്നതമായ ആളായിരിക്കണം എന്നാണ് പറയുന്നത്. ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ജ്ഞാനത്തിന്റെ അഗ്നിയിൽ ദഹിക്കപ്പെട്ട എന്ന് പറയുന്നത്. അപ്പം അഗ്നി എന്നുള്ളത് ജ്ഞാനത്തിന്റെ അഗ്നി, അതിതീക്ഷ്ണമായ ജ്ഞാനം ഉള്ള ആളും ആയിരിക്കണം എന്നാണ് അർത്ഥം. ഇതിന്റെ ലളിതമായ വിശദീകരണം: ഭൗതികമായ ആഗ്രഹങ്ങളോ സ്വാർത്ഥതയോ ഇല്ലാതെ അറിവിന്റെ വെളിച്ചത്തിൽ കർമ്മം ചെയ്യുന്നയാളാണ് യഥാർത്ഥ പണ്ഡിതൻ. ആ പണ്ഡിതന് ഭൗതിക സുഖങ്ങളിൽ താല്പര്യമുണ്ടാകില്ല, അറിവ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അത്തരം ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങൾ ബന്ധനത്തിന് കാരണമാകുന്നില്ല. ഈ രീതിയിൽ കർമ്മം ചെയ്യുന്ന ആളുകൾ, സർവം സമർപ്പിതവും ജ്ഞാനാഗ്നിയിൽ ദഹിക്കപ്പെട്ടുമായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ കർമ്മബന്ധത്തിൽ മോചിതനാകുന്നില്ല. അയാൾ സ്വതന്ത്രനാണ് എന്ന് മനസ്സിലാക്കണം. അടുത്ത ശ്ലോകം 20ാമത്തെ ശ്ലോകം: ത്യക്ത്വാ കർമ്മഫലസംഗം നിത്യതൃപ്തോ നിരാശ്രയാഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഃ. ത്യക്ത്വാ കർമ്മഫലസംഗം നിത്യതൃപ്തോ നിരാശ്രയാഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഃ. കർമ്മഫലാസംഗം, കർമ്മത്തിലും അതിൻ്റെ ഫലത്തിലുള്ള സംഘം, ആസക്തിയെ ത്യജിച്ചിട്ട് നിത്യതൃപ്ത, എപ്പോഴും തൃപ്തനായിരിക്കുന്ന. ഇവിടെ തൃപ്തൻ എന്ന് പറയുന്നത് എപ്പോഴും ആനന്ദത്തിൽ തൃപ്തിയുള്ളവൻ. നിരാശ്രയ, യോഗക്ഷേമാർത്ഥം ആരെയും ആശ്രയിക്കാത്തവനും ആയിരിക്കുന്നവൻ. ആരെയും ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ തന്നെ കർമ്മം ചെയ്യുന്നവൻ. കർമ്മണി, കർമ്മത്തിൽ അഭിപ്രവൃത്ത പ്രവർത്തിക്കുന്നവനായാലും അവൻ കിഞ്ചിത് യാതൊന്നും നാ കരോതി ഏവ. എന്താ പറയുന്നത്? അത് വൈരുദ്ധ്യം തോന്നുന്നില്ലേ? കർമ്മത്തിലും അതിൻ്റെ ഫലത്തിൽ നിന്നുള്ള ആസക്തിയെ ത്യജിച്ചിട്ട് എപ്പോഴും ആത്മാനന്ദത്തിൽ തൃപ്തിയുള്ളവനും യോഗക്ഷേമാർത്ഥം ആരെയും ആശ്രയിക്കാത്തവനുമായി കർമ്മത്തിൽ പ്രവർത്തിക്കുന്നവൻ ആയാൽ പോലും, ഇയാൾ കർമ്മത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ എങ്കിൽ പോലും അയാൾ യാതൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. എന്താണത്? അയാളുടെ അവസ്ഥ അകർമ്മം എന്ന അവസ്ഥയാണ്. കാരണം ഈ കാര്യങ്ങള് ആസക്തി കൂടാതെ കർമ്മം ചെയ്യുന്നു, കർമ്മത്തിന്റെ എല്ലാ ഫലങ്ങളും സമർപ്പിതമായി ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഇയാൾക്ക് എന്താണ്? ഇയാൾക്ക് കർമ്മത്തിന്റെ ഫലവും കർമ്മത്തിന്റെ ദോഷവും ഗുണവും ഒന്നും ലഭിക്കുന്നില്ല. ഇയാൾ നിസ്സംഗനായി, കർമ്മരഹിതനായി,
അകർമ്മം എന്ന തലത്തിൽ എത്തിച്ചേർന്നുകൊണ്ടാണ് ഇയാളുടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ന കരോതിയേവ. ഇതെല്ലാം പറഞ്ഞിട്ട് ഇയാൾ കരോതി നാം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്താണ്? വൈരുദ്ധ്യല്ലേ? അതാണ് ഇവിടെ കരോതി എന്ന് പറഞ്ഞാൽ അകർമ്മത്തിന്റെ പ്രത്യേകതയാണ് ഈ തലത്തിൽ ആളിനെ സൂചിപ്പിക്കുന്നത്. അന്വയം നോക്കാം. കർമ്മഫലാസംഗം തെക്വാ, കർമ്മഫലത്തിന്റെ സംഘം, കർമ്മഫലത്തിലുള്ള ആസക്തി ത്യജിച്ചിട്ട് നിത്യതൃപ്ത നിരാശ്രയ. അയാളുടെ സ്വഭാവം എന്താണ്? നിത്യതൃപ്തനാണ്. അല്പൊഴും ആത്മീയ ആനന്ദം അനുഭവിക്കുന്ന ആളാണ്. അതാണ് നിത്യതൃപ്ത എന്ന് പറയുന്നത്. നിരാശ്രയ, ആരെയും ആശ്രയിക്കാതെ കിട്ടുന്ന കാര്യങ്ങൾ ഉപജീവനം കഴിച്ചുകൊണ്ട് ചെയ്യുന്ന ആളായിരിക്കണം. കർമ്മണി അഭിപ്രവർത്ത അഭിസ കഞ്ചിത് ന ഗൗരതി. അങ്ങനെയുള്ള കർമ്മത്തിൽ അഭിരമിക്കുന്ന ആള് അയാൾ അകർമ്മനാണ്. അത് അയാൾ യാതൊന്നും ചെയ്യുന്നില്ല. കർമ്മത്തിലും തജ്ജന്യമായ ഫലത്തിലുമുള്ള ആസക്തിയെ ത്യജിച്ചിട്ട് എപ്പോഴും ആത്മാനന്ദത്തിൽ തൃപ്തിയുള്ളവനായും യോഗക്ഷേമത്തിൽ ആരെയും ആശ്രയിക്കാത്തവനുമായി കർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ആയാലും അയാൾ അകർമ്മത്തിന്റെ തലത്തിലേക്ക് എത്തിച്ചേരുന്നു. 21 ശ്ലോകം. നിരാശ്രീയത ചിത്താത്മാ ത്യക്താ സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവൻ ആപ്നോതി കിൽബിഷം. നിരാശ്രീയത ചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കർമ്മ കുർവൻ ആപ്നോതി കിൽബിഷം. നിരാശി. നിരാശി എന്ന് പറഞ്ഞാൽ ആശയില്ലാത്തവനായി. നമ്മൾ സാധാരണ നിരാശ എന്ന് പറഞ്ഞാൽ ആശയിൽ നെഗറ്റീവായത് നിരാശനായി എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലല്ല പറയുന്നത്. ഇവിടെ ആശയേ ഇല്ലാത്തവനായി, നിരാശ, ആഗ്രഹമില്ലാത്തവനായി, യഥചിത്താത്മാ, മനോബുദ്ധികളെ അടക്കിയവനായി, ത്യക്ത സർവപരിഗ്രഹ, സകല സമ്പാദ്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട്, ശാരീരം കേവലം കർമ്മം, ആത്മാവിനെ ശരീരത്തിൽ നിലനിർത്താൻ വേണ്ടി മാത്രം കർമ്മങ്ങളെ കുർവൻ, ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, കിൽബിഷം, പാപത്തെ ന ആപ്നോതി, പ്രാപിക്കുന്നില്ല. എങ്ങനെയുള്ളയാൾ? നിരാശി യഥചിത്താത്മാ ത്യക്ത സർവപരിഗ്രഹ ശാരീരം കേവലം കുർവൻ കിൽബിഷാന ആപ്നോതി. ആഗ്രഹമില്ലാത്തവനായും, അതാണ് നിരാശ. ദേഹത്തെയും മനസ്സിനെയും അടക്കി സകലവിധ സമ്പാദ്യങ്ങളെയും ഉപേക്ഷിച്ച് കേവലം ശരീരത്തെ നിലനിർത്തുന്നതിന് മാത്രം കർമ്മം ചെയ്യുന്നവനായും ഉള്ള ആൾ പാപങ്ങളെ പ്രാപിക്കുന്നില്ല. പാപങ്ങളെ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കർമ്മബന്ധങ്ങളെ പ്രാപിക്കുന്നില്ല. കാരണം ഇയാളുടെ കർമ്മങ്ങൾ എല്ലാം സമർപ്പിതമാണ്. ശങ്കരാചാര്യർ ഇതിനെക്കുറിച്ച് പറയുന്നത്, യാതൊരുവനിൽ നിന്ന് സകല ആശകളും നീങ്ങിയിരിക്കുന്നുവോ, യാതൊരുവൻ അന്ധകരണത്തെയും മനസ്സിനെയും അടക്കി നിർത്തുന്നുവോ, യാതൊരുവൻ സർവസ്വവും ത്യജിച്ചിരിക്കുന്നുവോ, സർവസുഖ സമ്പത്തും ത്യജിച്ചിരിക്കുന്നുവോ, യാതൊരുവൻ ശരീരസ്ഥിതിക്ക് വേണ്ടി മാത്രം കർമ്മത്തെ ദേഹാഭിമാനം കൂടാതെ ചെയ്യുന്നുവോ, അവൻ പാപത്തെ പ്രാപിക്കുന്നില്ല. എന്തൊക്കെയാണ് അതിന്റെ ക്വാളിറ്റി നമുക്ക് നോക്കാം. ജീവൻ മുക്തൻ്റെതായ ഗുണങ്ങളാണ് പറയുന്നത്. നമ്മൾ പഠിക്കണം. അത് ആഗ്രഹമില്ലാത്തവനായിരിക്കണം. നിരാശി. ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ആഗ്രഹമില്ലാത്തവനായിരിക്കണം. 2, ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം. ഇന്ദ്രിയങ്ങളുടെ ചോദനകൾക്കനുസരിച്ച് കർമ്മം ചെയ്യാത്തവനായിരിക്കണം. അതിനെ നിയന്ത്രിക്കുന്ന ആളായിരിക്കണം. ആത്മനിയന്ത്രണമുള്ള ആളായിരിക്കണം. 3, എല്ലാ സമ്പത്തും ഉപേക്ഷിച്ചവനുമായിരിക്കണം. വസ്തുനിഷ്ഠമായ ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യന്റെ മനസ്സ് ആത്മാവിന്റെ ധ്യാനത്തിലേക്ക് ആഴ്ന്നിറങ്ങും. അല്ലാത്ത ആളുകളോ, നമ്മുടെ സമ്പത്തും സ്വത്തും കൈവശം വെക്കുന്ന ആളുകളുടെ ചിന്ത എപ്പോഴും ഭൗതിക തലത്തിൽ അതെങ്ങനെ സംരക്ഷിക്കണം, അത് കൂടുതലായിട്ട് എങ്ങനെ സമ്പാദിക്കണം, അത് മറ്റാരെങ്കിലും അത് അപഹരിച്ചേക്കുവോ എന്നുള്ള ചിന്ത, ഭൗതികമായ ചിന്ത ആയിരിക്കും എപ്പോഴും എൻ്റെ മനസ്സിൽ, എപ്പോഴും ഈ ഒരുവന്റെ മനസ്സിൽ. അതല്ലാത്ത ആളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചിന്തകളും ഇല്ലാതിരുന്നാൽ അതെപ്പോഴും ഭഗവാനിൽ ആ ചിന്തകൾ പോകും. നമ്മുടെ ഈ ഭൗതിക തലത്തിലുള്ള ചിന്തകളെ അടക്കി നിർത്താൻ നമുക്ക് കഴിയും. എങ്ങനെ വന്നാൽ? ഇതൊന്നും ഇല്ലാതിരുന്നാൽ. സ്വത്തില്ലാത്ത പിന്നെ സ്വത്തിന്റെ കാര്യത്തിൽ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അതിൽ ആസക്തി കൂടാതെ നമ്മൾ അത് കർമ്മം ചെയ്യുക. ഉണ്ടായാലും ശരി, അതിൽ ആസക്തി ഉണ്ടാകും. നമ്മൾ സ്വത്ത് സമ്പാദിക്കരുത് എന്ന് ഗീത പറയുന്നില്ല. നമ്മൾ ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമ്പാദിക്കാം. അതിനുള്ളൊരു തത്വം പിന്നീട് പറയുന്നുണ്ട്. പക്ഷെ
അതിൽ ആസക്തി ഉണ്ടായിട്ട് അത് സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് ആധ്യാത്മിക തലത്തിൽ അതിന് പരാജയമുണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വത്തില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആസക്തി ഉണ്ടാകുന്നില്ല. അയാൾക്ക് ആത്മനിയന്ത്രണം, ആത്മജ്ഞാനത്തിലേക്ക് അയാളുടെ ചിന്തകളെ നയിക്കുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും നിയന്ത്രിക്കപ്പെടുമ്പോൾ ഭൗതിക ലോകത്തിന്റെ വർണ്ണപ്പകിട്ടിൽ നിന്നും അയാൾ സ്വതന്ത്രനാകുന്നു. ഭൗതിക തലത്തിലുള്ള ഈ ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ നിന്നും അയാൾ സ്വാഭാവികമായും സ്വതന്ത്രനാകും. അപരിഗ്രഹമാണ് മറ്റൊരു ഗുണം. നമ്മൾ ആധ്യാത്മിക തലത്തിലേക്ക് പോകുമ്പോൾ, കർമ്മം ചെയ്യുമ്പോൾ അപരിഗ്രഹം, ഇന്നത്തെ ആനുകാലികമായി ഏറ്റവും പ്രാധാന്യമുള്ള വാക്കാണ് അപരിഗ്രഹം. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും ഒന്നും നേടാതിരിക്കുക, മറ്റുള്ളവരിൽ നിന്നും അർഹമല്ലാത്ത ഒന്നും സ്വീകരിക്കാതിരിക്കുക. ഈ കാലഘട്ടത്തിൽ അത് നടക്കുന്നുണ്ടോ? വളരെ അപൂർവമല്ലേ. നമ്മുടെ ഓഫീസുകളിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ? ഒന്നും കിട്ടാതെ ഒരു കാര്യം, ഒരു ഫയൽ നീങ്ങില്ലല്ലോ. അത് അപരിഗ്രഹം. അതില്ലാത്തൊരവസ്ഥയാണ് അപരിഗ്രഹം. ദാതാവിൽ നിന്നും നമ്മൾ ഒരാളിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങുന്നു, ദാനം സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കുക. സമ്മാനങ്ങൾ സ്വീകരിക്കുമ്പോൾ കർമ്മം ചെയ്ത ആളുടെ കർമ്മഫലം കൂടി സ്വീകരിക്കപ്പെടുന്നു. ഈ ഒരാളിൽ നിന്ന് നമ്മൾ ഒരാളിൽ നിന്ന് നമ്മൾ പ്രൈസ് വാങ്ങുന്നു എന്ന് വിചാരിക്കാം. ശരി, നിങ്ങൾക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രൈസ് തരുന്നുണ്ടാവും. അയാൾക്ക് എങ്ങനെയാണ് പ്രൈസ് വന്നത്? അതിൽ തരാനുള്ള തുകയാണെങ്കിൽ തുക തന്നെ വിചാരിക്കുക. അയാൾക്ക് എങ്ങനെയാണ് ആ തുക കിട്ടുന്നത്? അയാൾ ചെയ്ത കർമ്മത്തിൽ നിന്നാണ് അയാൾക്ക് സമ്പാദ്യം ഉണ്ടാകുന്നത്. ആ കർമ്മം എങ്ങനെയാണെന്ന് നമ്മളറിയോ? ആ കർമ്മം ചിലപ്പോൾ നല്ല കർമ്മമാവാം, ചീത്ത കർമ്മമാവാം. ആ കർമ്മത്തിൽ നിന്ന് ആസക്തിയോടുകൂടി ചെയ്ത കർമ്മമാവാം. ആ ആസക്തിയോടുകൂടി ചെയ്ത കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലമാണ് നമ്മൾ സ്വത്തിന്റെയോ സമ്പത്തിന്റെയോ ധനത്തിന്റെയോ പേരിൽ നമുക്ക് സ്വീകരിക്കുന്നതെങ്കിൽ ആ സ്വീകരിക്കപ്പെടുന്ന ധനത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാൻ പാടില്ല. അതുകൊണ്ട് അയാൾ ചെയ്ത കർമ്മഫലത്തിന്റെ കൂടി നമ്മൾ സ്വീകരിക്കപ്പെടുന്നു. അത് ചിലപ്പോൾ നല്ലതാവാം, ചീത്തയാവും. അതുകൊണ്ടാണ് അപരിഗ്രാഹ്യം. മറ്റുള്ളവരിൽ നിന്നും നമ്മൾ അർഹതയില്ലാത്ത ഒന്നും വാങ്ങിക്കരുത്. വാങ്ങിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അത് പിന്നീട് പറയുന്നുണ്ട്. വാങ്ങിക്കരുത് എന്ന് പറയുന്നത് അപരിഗ്രാഹ്യം. നമ്മുടെ ആത്മീയ തലത്തിൽ ചരിക്കുന്ന എല്ലാവരും ഓർത്തു വെക്കേണ്ട ഒരു പദമാണ് പരിഗ്രഹ. ആരിൽ നിന്നും പരിഗ്രഹിക്കാതിരിക്കുക. അത് അർഹതയില്ലാതെ ആരിൽ നിന്നും പരിഗ്രഹിക്കാതിരിക്കുക. നമ്മുടെ എല്ലാം ഉപേക്ഷിച്ചാൽ ഒരു തരം സന്തോഷം ഉണ്ടാകും. നമ്മുടെ കയ്യിൽ സ്വത്തുള്ളത് കൊണ്ടാണ് നമ്മൾ സ്വത്തിനെ സമ്പാദിക്കാനുള്ള ആഗ്രഹം ത്വര കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടാനൊന്നും ഇല്ലെങ്കിലോ നമ്മളൊന്നുമില്ല, എല്ലാം ഭഗവത് പ്രീതിക്കായി നമ്മൾ എല്ലാ കർമ്മങ്ങളും ഇങ്ങനെ ചെയ്യായിരിക്കും. ദത്താത്രേയ മഹർഷിയുടെ ഒരു കഥ ഭാഗവതം പറയുന്നുണ്ട്. ദത്താത്രേയ മഹർഷി കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ശബ്ദ കോലാഹലം കേട്ടു ആകാശത്തിൽ, വനത്തിന്റെ മേലെയാണ്. അപ്പോൾ നോക്കിയപ്പോ ഒരു കഴുകനെയാണ്. ആ കഴുകനെ കുറെ കാക്കകൾ ആക്രമിക്കുകയാണ്. കഴുകൻ പക്ഷിരാജാവാണ്, പക്ഷെ എന്നാൽ പോലും കാക്കകൾ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? കൂട്ടം കൂടുമ്പോൾ കാക്കകൾക്ക് ഒരു സംഘബോധം ഉണ്ടാവും. അങ്ങനെ കഴുകനെ ആക്രമിക്കുകയാണ്. കഴുകൻ എന്താക്കി? കഴുകൻ ഒരു മരത്തിൽ കയറി പറന്നുപോയി. ഇതിന്റെ പിന്നാലെ ഈ കാക്കകളും പറന്നു. കഴുകൻ അവിടെ നിന്ന് പറന്ന് ഒരു വലിയ ആൽമരത്തിലേക്ക് എത്തി, ഒരു വേപ്പ് മരത്തിലെത്തി. അവിടെയും ഈ കാക്കകൾ പറന്നു. പിന്നെ അതിലും ഉയരത്തിലുള്ള ഒരു ആൽമരത്തിലേക്ക് കഴുകൻ പോയി. അവിടെയും ഈ പക്ഷികൾ, കാക്കകൾ ഇയാളെ പിന്തുടർന്ന് കൊത്തുകയാണ്. ഇയാളെ ഈ കഴുകനെ ഉപദ്രവിക്കുകയാണ്. കഴുകനത് അതിൽ നിന്നും ഉയരത്തിലേക്ക് പറഞ്ഞിട്ട് ഒരു സാധനം ഭൂമിയിലേക്ക് പതിച്ചു. അത് ഒരു മാംസ കഷ്ണമായിരുന്നു. ആ മാംസ കഷ്ണം കിട്ടിയപ്പോൾ കാക്കകൾ എന്ത് ചെയ്തു? ഇതിനെ ഉപേക്ഷിച്ച്, കഴുകനെ പിന്തുടർന്ന് ഉപേക്ഷിച്ച് അവർ നേരെ വനത്തിന്റെ അകത്തേക്ക് വന്നു. അവരത് കൊത്തി തിന്നു. അവരെ സന്തോഷമായി പോയി. അപ്പൊ കഴുകനുണ്ടായ സന്തോഷം എന്താണ്? ഈ ഇതുവരെ കയ്യിൽ വെച്ചിരുന്ന ഈ സാധനം ഒഴിവാക്കിയപ്പോൾ കഴുകൻ സ്വതന്ത്രനായി പോവുകയാണ്. അപ്പം ആ കയ്യിലുണ്ടാകുന്ന സ്വത്ത് സമ്പാദ്യം നഷ്ടപ്പെട്ടപ്പോൾ അഥവാ നഷ്ടപ്പെടുത്തിയപ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലുണ്ടാകുന്ന സന്തോഷം, അത് ദത്താത്രേയ മഹർഷി കണ്ടു. അദ്ദേഹം എന്നിട്ട് ഒരു ശ്ലോകം അവിടുന്ന് ചെയ്തു, മുനി പാടി. അവിടുന്ന് അതിനെ നോക്കിക്കൊണ്ട് പാടി, പരിഗ്രഹോസി ദുഃഖായ. നമ്മൾ സ്വീകരിക്കുന്നത് ദുഃഖ കാരണമാണ്. പ്രിയതം നൃണാം. നരന്മാർ മനുഷ്യക്കേണ്ടത് അത് പ്രിയതമായ എന്തായാലും അത് ഉപേക്ഷിക്കുന്നവിടേക്കാണ് അതിന്റെ സന്തോഷം. അനന്തം സുഖമാപ്നോതി. അത്
നഷ്ടപ്പെട്ടാൽ പിന്നീട് ഉണ്ടാകുന്ന സുഖത്തെ നമ്മൾ സ്വീകരിക്കപ്പെടും. നമ്മൾ സുഖത്തിൽ നമ്മൾ എത്തിച്ചേരും. എങ്ങനെ? തദ്വിഭാസസ്തകിഞ്ചന, അതിനെ ഒഴിവാക്കിയാൽ, അതിന്റെ അസ്തിത്വമില്ലാതിരുന്നാൽ, അതിനെ നഷ്ടപ്പെടുത്തിയാൽ, അതിനെ ഉപേക്ഷിച്ചാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. അപ്പോൾ നമുക്ക് സങ്കടകരമായിട്ടുണ്ടാകുന്നത് എന്താണ്? നമ്മുടെ സമ്പത്ത്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ സമ്പത്തിൽ സമ്പാദിക്കാത്ത മാനസികാവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ കർമ്മം ചെയ്യുക എന്നാണ് പറയുന്നത്. പിന്നെ ആ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ശരീരം കേവലം കർമാഹ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരീരം കൊണ്ട് മാത്രം ചെയ്യപ്പെടുന്ന കർമ്മം എന്നാണോ? ശരീരസ്ഥിതിക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മം എന്നാണോ? രണ്ടും ആവാം. പക്ഷെ ഇവിടെ ശരീരസ്ഥിതിക്ക് വേണ്ടി മാത്രം കർമ്മം ചെയ്യണം. ആധ്യാത്മിക കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരീരം കൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ആ ശരീരത്തിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനുള്ളതല്ല. അതും ശരീരത്തിന്റെ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പിന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ അർത്ഥമാക്കേണ്ടത് ആധ്യാത്മിക തലത്തിൽ, ആത്മീയ തലത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്ഥിതി അതിനെ നിലനിർത്താൻ വേണ്ടി, ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന കർമ്മം അത് ചെയ്യണമെന്നാണ് പറയുന്നത്. സർവസ്വവും ഉപേക്ഷിച്ചിരിക്കുന്ന സന്യാസിക്ക് ദേഹസ്ഥിതിക്ക് വേണ്ടി വരുന്ന അന്നാദി പദാർത്ഥങ്ങൾ ഇല്ലാതായിരിക്കുമ്പോൾ, ചിലപ്പോൾ യാചനയിലോ ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റാതിരിക്കുമ്പോൾ യാചന ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അതിനാൽ ഭഗവാൻ ദേഹസ്ഥിതിക്ക് വേണ്ടുന്ന ആവക അന്നാദി പദാർത്ഥങ്ങളെ സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനെ സമ്പാദിക്കാൻ ഒരു തത്വം പറയുന്നുണ്ട്. അയാചിതം അസംക്ലിപ്തം ഉപപന്നം എതിർച്ഛയ. അയാചിതം, യാചിക്കാതെ, അസംക്ലിപ്തം, നേരത്തെ സൂചിപ്പിക്കുക, എനിക്കിതാ ഞാനിത് ഉച്ചക്കാട് വരുന്നുണ്ട്, എനിക്ക് ഭക്ഷണം തരണേ എന്ന് നേരത്തെ സൂചിപ്പിക്കാതെ അപ്രതീക്ഷിതമായി കിട്ടുന്ന ഭക്ഷണത്തെ സ്വീകരിച്ചുകൊണ്ട്, അതിനെ ബോധായന ധർമ്മസൂത്ര പ്രകാരം എന്നാണ് പറയുന്നത്. ഭാഗവതത്തിൽ പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ നമുക്ക് സമ്പാദിക്കാവുന്നതും അന്നത്തെ സ്വീകരിക്കാവുന്നതും ഭക്ഷണത്തെ സ്വീകരിക്കാവുന്നതും ആണ് ആര്? ഈ ആധ്യാത്മിക തലത്തിൽ സഞ്ചരിക്കുന്ന സന്യാസി മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ. അല്ലാത്ത ആളുകൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം ഭൗതിക ജീവിതത്തിൽ ആഴ്ന്നിറങ്ങിയും സംസാര സാഗരത്തിൽ മുങ്ങിയും പൊങ്ങിയും ഒക്കെ സ്വീകരിക്കാം. പക്ഷെ ആധ്യാത്മിക തലത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ, ഇതിൽ ഉത്തമമാർക്കുള്ള മാർഗമാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവർ എങ്ങനെ ഇനി ഈ കർമ്മികൾ ജീവിതം തുടരണമെന്ന് അടുത്ത ശ്ലോകത്തിലൂടെ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നന്ദി, നന്ദി.